നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സിറ്റി ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ആർദ്ര കേരളം പുരസ്കാരം ഏറ്റുവാങ്ങി മൂവാറ്റുപുഴ നഗരസഭ. മന്ത്രി വീണ ജോർജിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മൂവാറ്റുപുഴ നഗരസഭയെ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനത്തെത്തിച്ചത് സമഗ്ര ആരോഗ്യ പദ്ധതി. ആശ്രമം ബസ് സ്റ്റാൻഡ് ലൈറ്റുകൾ തെളിയുന്നില്ല. അനധികൃത പാർക്കിംഗും സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷം. സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി മടുവന്നൂർ യൂണിറ്റിന്റെയും സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ജോൺസ് ഉദ്ഘാടനം ചെയ്തു. പി.കെ. കേശവൻ മാസ്റ്റർ ചരമവാർഷികം ആചരിച്ച CPIM രണ്ടാർക്കരയിലെ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിലാണ് ചരമവാർഷികം ആചരിച്ചത്. വീട്ടുവളപ്പിലെ സ്മരണികയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും അവരുടെ അമ്മമാർക്കുമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ താക്കോൽദാനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 12 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. മാത്യു കുഴൽനാടൻ MLA താക്കോൽദാനം നടത്തി. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള ആർദ്ര കേരളം പുരസ്കാരം ഏറ്റുവാങ്ങി മൂവാറ്റുപുഴ നഗരസഭ. നഗരസഭാ ചെയർപേഴ്സൺ PP എൽദോസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് മന്ത്രി വീണ ജോർജിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് മൂവാറ്റുപുഴ നഗരസഭയെ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനത്തെത്തിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക, സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ്പ, ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രതിരോധ കുത്തിവയ്പ്, വാർഡ് തല പ്രവർത്തനങ്ങൾ, മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയാണ് അവാർഡിനായി പരിഗണിച്ചത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലൊന്നായ ആശ്രമം ബസ് സ്റ്റാൻഡ് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി. ഇതിനു പുറമെ സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമായിട്ടുണ്ട്. ആലുവ, എറണാകുളം, കാളിയാർ, കോതമംഗലം, കാക്കനാട് തുടങ്ങിയ മേഖലകളിലേക്കുള്ള ബസ്സുകളുടെ സ്റ്റാൻഡായ ഇവിടം ടിപ്പറുകൾ അടക്കമുള്ള വാഹനങ്ങൾ കയ്യേറിയിട്ട് നാളുകളായി. ഇതുമൂലം സ്വകാര്യ ബസ്സുകളുടെ പാർക്കിംഗ് അടക്കം വിനിയായി. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വൈകിട്ട് 4 മുതൽ 9 വരെ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും ലൈറ്റുകളടക്കം തെളിയിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി മഴുവന്നൂർ യൂണിറ്റിന്റെയും ഗാർഡിയൻ ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീധരിയും ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിൽ നടന്ന നേത്ര പരിശോധന സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ജോൺസ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ 200ഓളം പേർ പങ്കെടുത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. CPIMന്റെ രണ്ടാർക്കരയിലെ ആദ്യകാല നേതാവും നഗരസഭാ കൗൺസിലറുമായിരുന്ന P.K. കേശവൻ മാസ്റ്ററുടെ ചരമവാർഷികം ആചരിച്ചു. വീട്ടുവളപ്പിലെ സ്മരണികയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. രണ്ടാർക്കരയിലെ CPIM ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ CPIMന്റെ രണ്ടാർക്കരയിലെ ആദ്യകാല നേതാവും നഗരസഭാ കൗൺസിലറുമായിരുന്ന P.K. കേശവൻ മാസ്റ്ററുടെ 23ാം ചരമവാർഷികം ആചരിച്ചു. ചരമവാർഷികത്തിന്റെ ഭാഗമായി വീട്ടുവളപ്പിലെ സ്മരണികയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. P.K. രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TN മോഹനൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB അജിത് കുമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K. മോഹനൻ, CS നിസാർ, ബിനുമോൻ മണിയങ്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ഓരോ 50,000 രൂപയുടെ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലിക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു. ഈ ഓഫർ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ മാത്രം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. മൂവാറ്റുപുഴ
മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും അമ്മമാർക്കുമായി കല്ലൂർക്കാട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ താക്കോൽദാനം നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും അവരുടെ അമ്മമാർക്കുമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ താക്കോൽദാനം നടത്തി. ഭിന്നശേഷിക്കാരിയായ ലിമ ഫ്രാൻസിസ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തിക്കുറവുണ്ട്, കഴിവുറവുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരുടെ അനുമതിയോടുകൂടി ഞാൻ നമ്മൾ ഇന്നും ലിമയെ കൊണ്ട് നമ്മൾ ഒരു ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് വിചാരിക്കുകയാണ്. വെരി ഗുഡ് കേട്ടോ. മാത്യു കുഴൽനാടൻ MLA താക്കോൽദാനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 12 ലക്ഷം ചിലവിൽ റിട്ടയർഡ് കസ്റ്റംസ് കമ്മീഷണർ കല്ലൂർക്കാട് കണിയാങ്കുഴിയിൽ രാജു ജോർജ് സംഭാവനയായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PV പ്രതീക്ഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.